ഓണക്കാലത്ത് അടുക്കള ബജറ്റിനെ താളം തെറ്റിച്ച് പഞ്ചസാര വില കുതിച്ചുയരുന്നു. പൊതുവിപണിയിൽ കിലോയ്ക്ക് 59 രൂപ വരെ ഉയർന്നതോടെ വില നിയന്ത്രിക്കാൻ അടിയന്തര നടപടിയുമായി കേന്ദ്ര സർക്കാർ രംഗത്ത്. രാജ്യത്തെ പഞ്ചസാരയുടെ വില നിയന്ത്രണ വിധേയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 10 ലക്ഷം മെട്രിക് ടൺ അസംസ്കൃത പഞ്ചസാര ഇറക്കുമതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ രാജ്യത്തുടനീളം പഞ്ചസാരയുടെ ഉൽപ്പാദനത്തിലും വിതരണത്തിലും കാര്യമായ തടസ്സങ്ങളുണ്ടാവുകയും വിലയിൽ വൻ വർധനവ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. വിപണിയിൽ ഉൽപ്പന്ന ലഭ്യത കുറയുമ്പോഴാണ് സാധാരണയായി വില കുതിച്ചുയരുന്നത്. ഇത് തടയാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പഞ്ചസാര എത്തിക്കുക മാത്രമാണ് സർക്കാരിന് മുന്നിലുള്ള പെട്ടെന്നുള്ള വഴി. ഇറക്കുമതി തീരുവ പൂർണ്ണമായും ഒഴിവാക്കുന്നതിലൂടെ കുറഞ്ഞ ചെലവിൽ പഞ്ചസാര രാജ്യത്തെത്തിക്കുവാനും അത് വിപണിയിലെത്തിച്ച് വില കുറയ്ക്കാനും സാധിക്കുമെന്നാണ് കേന്ദ്ര വാണിജ്യ ഭക്ഷ്യ മന്ത്രാലയങ്ങളുടെ കണക്കുകൂട്ടൽ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓണക്കാലം എന്നത് വലിയ രീതിയിൽ സാധനങ്ങൾ വിറ്റഴിക്കുന്ന, കുടുംബങ്ങളിൽ വിഭവസമൃദ്ധമായ സദ്യയും പായസങ്ങളും ഒരുക്കുന്ന സമയമാണ്. പായസത്തിനും മറ്റു മധുര പലഹാരങ്ങൾക്കും ഏറ്റവും അത്യാവശ്യമായ ഘടകം പഞ്ചസാര തന്നെയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 2 മാസത്തിനിടെ കേരളത്തിലും പഞ്ചസാര വില റെക്കോർഡ് വേഗതയിലാണ് കുതിച്ചുയർന്നത്. നിലവിൽ കേരളത്തിലെ പൊതുവിപണിയിൽ 1 കിലോഗ്രാം പഞ്ചസാരയുടെ വില 59 രൂപ വരെയായി ഉയർന്നിരിക്കുകയാണ്. ഇത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സർവ്വകാല റെക്കോർഡ് വിലയാണ്. അടുക്കള ബജറ്റിനെ മാത്രമല്ല, ഹോട്ടലുകൾ, ബേക്കറികൾ, പായസ കടകൾ, മറ്റു മധുരപലഹാര നിർമ്മാണ യൂണിറ്റുകൾ എന്നിവയെല്ലാം ഈ വിലക്കയറ്റം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഹരിത ഊർജ്ജവും ഇന്ധന ഇറക്കുമതി കുറയ്ക്കലും ലക്ഷ്യമിട്ടാണ് സർക്കാർ എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം ശക്തമാക്കിയത്. എന്നാൽ പഞ്ചസാര മില്ലുകൾ വൻതോതിൽ എത്തനോൾ ഉൽപ്പാദനത്തിലേക്ക് തിരിഞ്ഞതോടെ ആഭ്യന്തര വിപണിയിൽ വിൽക്കാനുള്ള പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു. സാധാരണക്കാർക്ക് ആവശ്യമായ പഞ്ചസാര കുറയുകയും വില ഉയരുകയും ചെയ്തതോടെയാണ് തൽക്കാലത്തേക്ക് എത്തനോൾ നിർമ്മാണത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും അടിയന്തരമായി 10 ലക്ഷം മെട്രിക് ടൺ പഞ്ചസാര പുറത്തുനിന്ന് എത്തിക്കുവാനും സർക്കാർ നിർബന്ധിതരായത്. കേന്ദ്ര സർക്കാരിന്റെ ഈ അടിയന്തര തീരുമാനത്തോടെ വരും ദിവസങ്ങളിൽ വിപണിയിലേക്ക് കൂടുതൽ പഞ്ചസാര എത്തുമെന്നാണ് കരുതുന്നത്.